ഏറ്റവും വലിയ മൊബൈൽ ഡാറ്റ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളാണ് ഇന്ത്യ. ആഗോള വളർച്ചയുടെ എഞ്ചിൻ എന്നാണ് IMF ഇന്ത്യയെ വിളിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കച്ച് സൗരാഷ്ട്ര മേഖലകൾക്കായുള്ള വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വ്യാപാര പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 ഗുജറാത്തിലേക്കുള്ള എന്റെ ആദ്യ സന്ദർശനമാണിത്. സോമനാഥ് ദാദയുടെ കാൽക്കൽ വണങ്ങിയാണ് എന്റെ യാത്ര ആരംഭിക്കുന്നത് പറഞ്ഞാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. പൈതൃകത്തോടൊപ്പം വികസനം എന്ന മന്ത്രം ഗുജറാത്തിൽ എല്ലായിടത്തും പ്രതിധ്വനിക്കുന്നു. ഇത് വെറുമൊരു ഉച്ചകോടിയല്ല, മറിച്ച് 21ാം നൂറ്റാണ്ടിലെ വികസന യാത്രയുടെ പ്രതിഫലനമാണ്. ഒരു കാലത്ത് ഒരു സ്വപ്നമായി ആരംഭിച്ച് ഇപ്പോൾ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിശ്വസനീയമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി 10 വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടികൾ നടന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഗുജറാത്തിന്റെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ന് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി ആഗോള വളർച്ചയ്ക്കും അന്താരാഷ്ട്ര പങ്കാളിത്തത്തിനുമുള്ള ശക്തമായ വേദിയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി എപ്പോഴും പുതിയ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രാദേശിക വികസനം കൂടുതൽ ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പുതിയ പരീക്ഷണമാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 21ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ടിരിക്കുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ അതിവേഗം നീങ്ങുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തിന്റെ പ്രതീക്ഷകൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉയർന്നുവരുന്ന സാമ്പത്തിക ഡാറ്റ വ്യക്തമാക്കി കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഡാറ്റ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളാണ് ഇന്ത്യ. ആഗോള വളർച്ചയുടെ എഞ്ചിൻ എന്നാണ് IMF ഇന്ത്യയെ വിളിക്കുന്നത്. ഇതാണ് ശരിയായ സമയമെന്ന് ഞാൻ ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞു. രാജ്യത്തിനും ലോകത്തിനും ഇതാണ് ശരിയായ സമയം. വൈബ്രന്റ് ഗുജറാത്ത് നിങ്ങൾ എല്ലാ നിക്ഷേപകർക്കും ഒരേ സന്ദേശം നൽകുന്നു. സൗരാഷ്ട്ര കച്ചിൽ നിക്ഷേപിക്കാനുള്ള സമയമാണിത്. ഇതാണ് ശരിയായ സമയമെന്നാണ് മോദി പറഞ്ഞത്. വിനാശകരമായ ഭൂകമ്പം അനുഭവിച്ച അതേ കച്ചാണിത്. വരൾച്ചയെ അതിജീവിച്ച അതേ സൗരാഷ്ട്രയാണിത്. ഇന്നത്തെ തലമുറ ഇതിന്റെ കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം പഴങ്കഥയാണ്. കാലം മാറുന്നു, അവർ മാറുന്നു. സൗരാഷ്ട്രയിലെയും കച്ചിലെയും ജനങ്ങൾ അവരുടെ കഠിനാധ്വാനത്തിലൂടെ അവരുടെ ഭാഗ്യം മാറ്റിമറിച്ചു. ഈ പ്രദേശം ഇന്ത്യയുടെ വളർച്ചയുടെ എഞ്ചിനായിരിക്കുന്നു. രാജ്കോട്ടിൽ മാത്രം 2,50,000-ത്തിലധികം MSMEകളുണ്ട്. ഏറ്റവും ചെറിയ സ്ക്രൂ ഡ്രൈവർ മുതൽ ആഡംബര കാറുകൾ, വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ ഭാഗങ്ങൾ വരെ എല്ലാം ഇവിടെ നിർമ്മിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.